के परमेश्वर की स्तुति कर सकें। ബഹുമാനായ തോമസൻ പാസ്റ്റർ, രാജു ബിനാർ പാസ്റ്റർ, ജോയ് പാസ്റ്റർ, അതുപോലെ ബഹുമാനരായ ദൈവദാസന്മാർ, പിതാക്കന്മാർ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ബേബിച്ചൻ ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു. സഹോദരന്മാർക്ക്, അഭിഷിക്തന്മാർക്ക് എല്ലാവർക്കും റായ്ബറിൽ നിന്നുള്ള വന്ദനം അറിയിക്കുന്നു. आदरणीय थॉमसन पास्टर जी, राजू पास्टर जी और जॉय पास्टर जी, सारे पासवानों का मैं धन्यवाद करता हूँ, और पास्टर बेबीचन का, ब्रदर बेबीचन का, जिन्होंने आज आराधना करके हमारी बीच में स्तुति और प्रशंसा करने में मदद की हमारी, इन सबका मैं धन्यवाद करता हूँ। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। കഴിഞ്ഞ 5 വർഷം നമ്മൾ പൂർത്തീകരിച്ചല്ലോ. पिछले 5 साल को हमने पूरा करके 6ठे वर्ष में पहुंच गए हैं। ഇതൊരു ചെറിയ കാര്യമല്ല. ദൈവത്താൽ ആരംഭിതമാണെങ്കിൽ ആർക്കും അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ये छोटी बात नहीं है, अगर परमेश्वर ने अगर शुरू किया है तो कोई भी इसके बीच में बाधा नहीं डाल सकता। ഗമാലിയേൽ ഇസ്രായേലിന്റെ നടുവിൽ നിന്നിട്ട് പറയുന്നു, വിരോധികൾ ദൈവസഭയെ ശക്തമായി ആക്രമിച്ചപ്പോൾ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് ബുക്ക് ഓഫ് ആക്സിൽ, പ്രവർത്തികളുടെ പുസ്തകത്തിൽ. പലരും പല കാര്യങ്ങൾ പറഞ്ഞു, ദൈവദാസന്മാരെ ആക്രമിക്കുന്നു, പല പ്രശ്നങ്ങൾ ദൈവസഭയ്ക്ക് വിരോധമായി പറഞ്ഞപ്പോൾ ഗമാലിയേലിന്റെ ശബ്ദമുണ്ട്, ഇന്ന ആൾ വന്നു ഒരു വലിയ ആൾക്കൂട്ടത്തെ കൂടെ കൂട്ടി, പക്ഷെ അവർ പരാജയപ്പെട്ടു. പല ആളുകളുടെ ഉദാഹരണം പറഞ്ഞ ശേഷം പറയുന്നു, പൗലോസ്, പത്രോസ് തുടങ്ങിയ അഭിഷിക്തന്മാർ പത്രോസിന്റെ വിഷയം പറയുമ്പോൾ ദൈവത്താൽ ആരംഭിച്ചതാണെങ്കിൽ ആർക്കും തടയുവാൻ കഴിയില്ല. गमालियल जब अपने कलीसिया के सामने खड़े कह रहे, जब विरोधी उनका बहुत सामना कर रहे थे, तो अपने इतिहास को कहता है कि जो पतरस लोगों ने जो कलीसिया शुरू किया और जो परमेश्वर ने जो कलीसिया शुरू की है, उसके बीच में कोई भी बाधा नहीं डाल सकता। രാജു പാസ്റ്റർ പറഞ്ഞതുപോലെ ഉത്സാഹത്തോടെ നമുക്ക് മുമ്പോട്ട് പോകണം. पास्टर राजू ने जिस तरह कहा, उस तरह हमें उत्साह पूर्वक आगे बढ़ना चाहिए। ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും നമ്മളിലൂടെ. परमेश्वर हमसे बहुत ही अद्भुत कार्य करने वाला है। ആമേൻ. ഈ ആത്മീക വിഷയങ്ങൾ ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ये प्रार्थना सभा को चलाने वाले सारे पासवानों का मैं धन्यवाद करता हूँ। ഉത്സാഹത്തിനായി സ്തോത്രം. उनके उत्साह का मैं धन्यवाद करता हूँ। നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ഞാൻ ദൈവമുമ്പാകെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. मुझे जो बात परमेश्वर ने कही है, हम मिलकर चिंता करेंगे उसके बारे വേണ്ടി में। പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. हमारे लिए प्रार्थना करने वाले सारे दासों का मैं धन्यवाद करता हूँ। കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ വിരോധങ്ങളെല്ലാം ഉണ്ടായി, നിങ്ങൾക്കറിയാമല്ലോ. पिछले दिनों में काफी सारा विरोध हुआ यहाँ पे, हम सब जानते हैं हमारे बारे में। നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വേണ്ടി. आप हमारे लिए प्रार्थना किए। കർത്താവ് നിശ്ചയമായി നമ്മുടെ കൂടെ ഉണ്ടല്ലോ. परमेश्वर निश्चित रूप से हमारे साथ है। ദൈവഹിതമെങ്കിൽ നേരത്തെ പാസ്റ്റർ ഓർമ്മിച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ സ്നാനമാണ് നാളെ. जैसे पास्टर जी ने कहा, कल हम लोग का बपतिस्मा का सेवकाई है हमारे यहाँ। അവരുടെ കൂടെ മറ്റ് ചില സഹോദരങ്ങൾ സ്നാനപ്പെടുന്നുണ്ട്. हमारे बच्चों के साथ और भी कुछ लोग हैं जो बपतिस्मा लेने वाले हैं। സാഹചര്യങ്ങൾ തീർത്തും അനുയോജ്യമല്ല. जो हमारे यहाँ की परिस्थिति है बिल्कुल हमारे अनुकूल नहीं है, എന്നാൽ വളരെ പ്രാർത്ഥനയോടെ ദൈവമുമ്പാകെയായിരിക്കുന്നു. ആ കാര്യങ്ങൾ ദൈവം നിവർത്തിക്കും. इसलिए हम लोग बहुत ही प्रार्थना पूर्वक बैठे हैं। परमेश्वर बिल्कुल कार्य करेगा हमारे। ഞങ്ങൾ ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കുന്നു. आज हम लोग यहाँ उपवास प्रार्थना के रूप में बैठे हुए നാളെ हैं। ഉപവാസ പ്രാർത്ഥനയായിരിക്കും. നാളെ വൈകുന്നേരത്തോടു കൂടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. कल भी हम उपवास प्रार्थना बैठेंगे, उसके बाद हम लोग कल अपने कार्यक्रम को शुरू करेंगे। പൊതുസഭയെ അറിയിക്കാതെ ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമുക്കറിയാമല്ലോ കാര്യങ്ങൾ. बाकी किसी आस पड़ोस कलीसिया को ना बताते हमने अपने कार्य को शुरू करने का निश्चय किया है। ആമേൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। സാഹചര്യങ്ങൾ എത്ര മോശമായിരുന്നാലും നാം നമ്മുടെ ശുശ്രൂഷ പൂർത്തീകരിക്കും. परिस्थिति भले जितनी बुरी हो, पर हम अपनी सेवकाई को पूरी करेंगे। വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. विश्वास करने वालों को मैं धन्यवाद करता हूं। സാഹചര്യങ്ങളല്ല ആമേൻ നമ്മളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. परिस्थितियां हमें सेवकाई के लिए नहीं बनाती। വിരോധങ്ങളുടെ നടുവിലും നമ്മൾ കാര്യങ്ങളെ പൂർത്തീകരിക്കും. विरोधियों के बीच में भी हम अपने कार्य को पूरा करेंगे। ഇത് ദൈവസഭയുടെ ചരിത്രം ഇങ്ങനെയാണ്. ये परमेश्वर की कलीसिया का इतिहास है। ആമേൻ. നമ്മൾ നോക്കിയാൽ ഓരോ ദിവസവും കേൾക്കുന്ന സന്ദേശങ്ങൾ, വാർത്തകൾ, അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ന്യൂസ് പേപ്പർ വഴിയാണെങ്കിലും വാർത്തകൾ തീർത്തും മോശമായ വാർത്തകളാണ് നാം കേൾക്കുന്നത്. हम रोज के मर्यादा में, हम दिनचर्या में हम सुनते हैं कि जो समाचार हम सुनते हैं कि कलीसिया में सताव हो रहे हैं, ये हमारे रोज की खबरों में हमारे कानों में पड़ते हैं। പലപ്പോഴും പല സന്ദർഭങ്ങൾക്കും ഉള്ളിൽ ഒരു വലിയ ദുഃഖം തോന്നാറുണ്ട്. कभी कभी हमारे दिल में बहुत दुख भी होता है। എന്നാൽ കാര്യം നാം ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ വീണ്ടും പറയുന്നു, നിശ്ചയമായും നമ്മൾ കാര്യങ്ങൾ പൂർത്തീകരിക്കും. लेकिन मैं एक बात को निश्चित रूप से कहता हूँ कि हम बिल्कुल अपना कार्य को पूरा करने हैं। ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. നിരവധി പേർ ഇന്ന് രാവിലെ ശബ്ദം കേൾക്കുന്നുണ്ട്. मैं प्रभु के दासों का धन्यवाद करता हूँ, कई सारे लोग मेरी आवाज को सुन रहे हैं। കർത്താവ് നമ്മളെ ശുശ്രൂഷ വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നാം നമ്മുടെ ശുശ്രൂഷ പൂർത്തീകരിക്കും. अगर परमेश्वर ने हमें अपनी सेवकाई के लिए बुलाया है, तो हम निश्चित रूप से उसे पूरा करेंगे। വേദപുസ്തകത്തിന്റെ ചരിത്രം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പ്രതികൂലങ്ങളിൽ ആമേൻ അവർ അവരുടെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ചു. हमारे पवित्र बाइबल कहती है कि वो अपने परिस्थिति अनुकूल परिस्थिति होने के बावजूद
बावजूद भी वो अपने सेवकाई को पूरी करके गए हैं। എവിടെയെങ്കിലും ദൈവസഭ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവസഭ ശക്തമായി വളർന്ന ചരിത്രമാണ് ദൈവസഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. जहां जहां कलीसिया में सताव हुआ है, वहां वहां कलीसिया दुगनी रूप से आगे बढ़ी है। ശ്രദ്ധിക്കണമേ, അനേക വിശുദ്ധന്മാർ ഈ നാമത്തിന് വേണ്ടി രക്തം ചിന്തിയവരാണ്, നമുക്കറിയാം ചരിത്രത്തിൽ. एक बात को ध्यान देंगे कि न जाने कितने सारे लोग प्रभु के दास इस बाइबल के लिए, हमारे वचन सेवकाई के लिए अपने जान को दे चुके हैं। 1300 കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ദൈവത്തിന്റെ വൃത്യനുള്ള ദൈവത്തിന്റെ പേരാണ് ജോൺ ഹസ്. 1900 सदी में एक पासवान थे, उनका नाम था जॉन हस। ജോൺ ഹസിന്റെ ചരിത്രം അറിയാവുന്ന പലരും നമ്മുടെ മധ്യമുണ്ട്. जॉन हस के इतिहास को जानने वाले कई सारे लोग हमारे बीच में हैं। ആമേ, ജോൺ ഹസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ശക്തമായ ജോൺ വൈക്ലിഫ് തുടങ്ങിയ ആളുകളുടെ ശിഷ്യനായിരുന്നു. വേദപുസ്തകത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു അഭിഷിക്തനായിരുന്നു ജോൺ ഹസ്. प्रभु के वचन को बांटने वाले बड़े जॉन विक्लिफ के चेले थे वो जॉन हस। ആമേൻ. ഒരുപാട് വിരോധങ്ങളുള്ള നാട്ടിൽ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരും പോപ്പുമാരും ശക്തമായ ദൈവസഭയെ ആക്രമിച്ച കാലഘട്ടത്തിൽ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിന് വേണ്ടി ശക്തമായി നിലകൊണ്ട ഒരു ദേവദാസനാണ് ജോൺ ഹസ്. जब वो अपने गांव में प्रचार करते थे तो उनके प्रचार का यही कारण था कि उनके यहाँ कैथोलिक चर्च जो होते हैं, जो मरियम की सेवा करते हैं, उनका विरोध करते हुए अपने पेंटिकॉस्टल चर्च के सेवकाई को आगे बढ़ाने का प्रयास करते थे। യാദ് രഖന, ശ്രദ്ധിക്കുക, ആമേൻ. നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ വിശുദ്ധിക്ക് വേണ്ടി വേദപുസ്തകത്തിന്റെ സത്യത്തിന് വേണ്ടി നിന്ന വിശുദ്ധനാണ് ജോൺ ഹസ്. याद रखिएगा कि परिस्थिति उनके अनुकूल नहीं थी, इसके बावजूद वो भी अपने वचन को आगे बढ़ाने वाले एक सेवक थे जॉन हस। തന്നെ ജയിലിലടച്ചു, അവസാനം ശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചു. उनको जेल में बंद कर दिया, उसके बाद उनकी सेवकाई के लिए उनको मारा भी गया था। ആമേൻ. അങ്ങനെ ഒരു നാൾ തന്നെ പരസ്യമായി തീ കത്തിച്ചു കൊല്ലുവാൻ വേണ്ടി പരസ്യമായി വൈക്കോലിന്റെയും വിറകിന്റെ മുകളിൽ കയറ്റി നിർത്തി ഒരു വലിയ പോസ്റ്റിൽ തന്നെ കെട്ടിയിട്ടു. एक बार हम देखते हैं कि उनको मारने के लिए, उनको जलाने का प्रयास करने के लिए लगे थे वो, उनको लकड़ी और बारूद को बीच में रखा गया था। 4 ചുറ്റുവട്ടങ്ങളിൽ ആളുകൾ നോക്കി നിൽക്കുന്നു, വിരോധികളും തന്നെ പരിഹസിക്കുന്നു, അതുകൂടെ തന്നെ തന്റെ അനുയായികളും എല്ലാം നോക്കി നിൽക്കവേ ആമേ തന്നോട് ചോദിക്കും, ജോൺ ഹസെ, ലാസ്റ്റ് ചാൻസ് ഒരു പ്രാവശ്യം തരാം, ആമേ നീ തള്ളി പറവാൻ തയ്യാർ അല്ലെങ്കിൽ മടങ്ങി വരുവാൻ തയ്യാറുണ്ടോ, നിനക്ക് വീണ്ടും ജീവിക്കാം. जब उनको जलाने का वहां पे प्रयास कर रहे थे, उनके चारों ओर उनके विरोधी, उनकी सेनाएं खड़ी थी और उनसे एक बात पूछ रहे थे, जॉन हस, तुम्हारे पास एक आखिरी मौका है, तुम परमेश्वर को छोड़ के वापस आ जाओ। ആമേൻ. താൻ പറയുന്നു, ശ്രദ്ധിക്കണമേ, ഹസ് എന്ന വാക്കിന്റെ അർത്ഥം താറാവ് എന്നാണ്. താറാവ്. एक बात को ध्यान रखिएगा कि जॉन हस, हस का नाम का मतलब है बतख। താൻ പറയുന്നു, പരസ്യമായി താൻ പറയുന്നു, നിങ്ങൾ ഇന്നൊരു ഒരു അതെ താറാവിനെ കത്തിക്കുകയാണ്. वो ये कह रहा था कि हस नाम का मतलब है बतख, और तुम आज एक बतख को मार रहे हो। എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ചാരത്തിൽ നിന്ന് നിരവധി അരയന്നങ്ങൾ പറന്നുയരും. इस बात को ध्यान रखिएगा, आज कल जाके इस राख से कई सारे चील उड़ेंगे। ആമേൻ. ചീൽ നഹി, ഹൻസ്. हंस उड़ेंगे, हंस। ആമേൻ. ശ്രദ്ധിക്കുക, ആമേൻ. ചില വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം, ലോക ചരിത്രത്തിൽ ആത്മീക എന്താ പറയുക, വെളിച്ചം നൽകിയ മാർട്ടിൻ ലൂഥറെ പോലെയുള്ള നിരവധി ആത്മീക യോദ്ധാക്കന്മാർ ആ ദേശത്ത് നിന്ന് ആ സമയത്ത് എഴുന്നേറ്റു. जॉन हस के मरने के बाद एक बात को ध्यान रखेंगे कि उसी कलीसिया, उसी जगह के यहाँ से मार्टिन लूथर जैसे बड़े बड़े सेवक लोग उस कलीसिया से निकले थे। ഒരു ജോൺ ഹസിനെ തീ വെച്ച് ചുട്ടുകൊന്നാൽ അവിടെ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. നിരവധി നിരവധി അഭിഷേക്തന്മാർ ഇന്ന് ലോകത്തിൽ കാണുന്ന വലിയ ആത്മീക പ്രസ്ഥാനമായ പ്രൊട്ടസ്റ്റന്റ് സഭകളെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. അതുപോലെയുള്ള രക്തസാക്ഷികളുടെ അതേ ആമേൻ നടുവിൽ നിന്നാണ്. जॉन हस जैसे न जाने कितने सारे सेवकों को मारने के बाद वहां से परमेश्वर नए नए सेवकों को उगाने वाला परमेश्वर है, और न जाने कितने सारे लोगों ने इस सेवकाई के लिए अपने प्राण दिए हैं, और परमेश्वर ने अपने नए सेवकों को वहां से खड़ा किया है। രാവിലെ ശ്രദ്ധിക്കണമേ, എല്ലാ ഭയങ്ങളും ഭാരങ്ങളും മാറിയിട്ട് പറയാം, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ പൂർത്തീകരിക്കും. आज सारे भय को हटा कर कहें कि मैं आज मुझे जो सेवकाई दी गई है, मैं उसे निश्चित रूप से पूरा करूंगा। 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. उससे तिमुथियुस की पत्री उसके 4थे अध्याय का 17वां वचन हम पढ़ने वाले हैं। 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. दूसरा तिमुथियुस उसके 4थे अध्याय का 17वां वचन 16-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. 16वें पद से मैं पढ़ना चाहूंगा। എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. मेरे पहले प्रतिवाद के समय किसी ने भी मेरा साथ नहीं दिया, എല്ലാവരും എന്നെ കൈവിട്ടു. वरन सबने मुझे छोड़ दिया था। അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. भला हो कि उसका उनको लेखा देना ना पड़े। കർത്താവോ എനിക്ക് തുണ നിന്നു. परंतु प्रभु मेरा सहायक रहा, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും और मुझे सामर्थ्य दी ताकि मेरे द्वारा पूरा प्रचार हो, സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. और सब अन्य जाति सुन ले।
അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. मैं सिंह के मुंह से छुड़ाया गया. ചില മാസങ്ങളായിട്ട് ഞാൻ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന पुस्तकമാണ് 4-ാം അധ്യായം ഈ തിമോഥെയോസിന്റെ ലേഖനം. कुछ महीनों से मैं जो बातों को पढ़ने की कोशिश कर रहा हूँ, उनमें से एक किताब है, ये 2 तीमुथियुस की किताब. ആമേൻ. ശ്രദ്ധിക്കണമേ, ആമേൻ. പൗലോസിന്റെ അവസാനത്തെ വാക്കുകളാണ്. ध्यान दीजिएगा कि ये पौलुस के जिंदगी का जीवन का ये आखिरी चंद शब्द हैं. റോമിൽ താൻ കാരാഗ്രഹത്തിലായിരിക്കുന്നു. रोम के कारागृह में, बंदीगृह में वो बंद पड़ा हुआ അതിന്റെ है. അവസാനത്തെ ഏറ്റവും അവസാനത്തെ വാക്കുകളാണ് 2 തിമോത്തി ചാപ്റ്റർ 4. उसके जीवन के कुछ आखिरी चंद शब्दों का एक वर्णन किया गया है इस 4th अध्याय में. ഞാൻ പറയുന്നത് വളരെ ദുഃഖത്തോടെ പറഞ്ഞ കാര്യമാണ്. ഒന്നാമത്തെ പ്രതിവാദത്തിൽ എന്നോട് കൂടെ ആരുമില്ലായിരുന്നു. बोले बड़े ही दुख के साथ वो कहता है कि मेरे पहले प्रतिवाद में मेरा साथ देने के लिए कोई नहीं था. പക്ഷേ താൻ പറയുന്നു കർത്താവ് എനിക്ക് തുണ നിന്നു. पर वो कहता है कि परमेश्वर मेरा सहायक बना താൻ रहा. പറയുന്നു സുവിശേഷം പൂർണ്ണമായി പ്രസംഗിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. वो कहता है मैंने अपने प्रचार को पूरा किया है. കണ്ടോ, വാക്യം ശ്രദ്ധിക്കണമേ. ആമേൻ. ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ എന്നെ കൊണ്ട് പ്രസംഗം നിവർത്തിച്ചു. ദൈവം പ്രസംഗം നിവർത്തിച്ചു. वहां ऐसे लिखा है कि मेरे द्वारा पूरा पूरा प्रचार हो. എന്നെ കൊണ്ട് പ്രസംഗം നിവർത്തിക്കുന്ന ദൈവം. मुझसे यानी हमसे अपना प्रचार को पूरा कराने वाला परमेश्वर. തൊട്ടു മുകളിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദേമാസ് പൗലോസിനെ വിട്ട് ലോകത്തിലേക്ക് പോയി. कुछ पद पहले हम पढ़ेंगे तो देमास नाम का सेवक उसको छोड़ के चला തന്റെ गया. ഏറ്റവും അടുത്ത ശിഷ്യന്മാർ തന്നെ വിട്ട് കടന്നുപോയി. उसके बंधु मित्र सब उसको छोड़ के चले गए. നിരവധി സഭകൾ സ്ഥാപിച്ച് അനേക മിഷണറി യാത്രകൾ നടത്തിയ പൗലോസ് ഇപ്പോൾ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഏകനായി ജയിലിൽ കിടക്കുകയാണ്. कई सारे कलीसिया को खोलने के बाद, उसके सारे बंधु मित्र छोड़ देने के बाद, वो अकेला एक बंदीगृह में पड़ा हुआ എന്നാൽ है. താൻ പറയുന്നു, എന്നെ ഏൽപ്പിച്ച പ്രസംഗം ഞാൻ പൂർത്തീകരിക്കും. उसके बाद वो कहता है कि मुझे जो सेवकाई मिली है मैं उसको पूरा किया हूँ. അടുത്ത പദമാണ് ഇന്ന് രാവിലെ നമുക്ക് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. अगला वचन हम आज पढ़ने के लिए बैठे हैं. എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. वो कहता है सब अन्य जातियां सुन ले. സകല അന്യജാതികളും കേൾപ്പാൻ. ശ്രദ്ധിക്കണമേ, വായിക്കുന്നു, ഞാൻ വീണ്ടും വായിക്കുന്ന വാക്യം, സകല ജാതികളും കേൾപ്പാൻ എന്നെ ശക്തീകരിച്ചു. मुझे सब अन्य जातियां सुन ले, ऐसा परमेश्वर ने सामर्थ दिया. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ വലിയ ശക്തി നമ്മുടെ മേലുണ്ട്. एक बात को ध्यान रखेंगे कि परमेश्वर की बहुत बड़ी सामर्थ हमारे बीच में है. അത് ജയിലിൽ കഴിഞ്ഞാലും അത് ജയിലിന്റെ വെളിയിലായിരുന്നാലും ആ ശക്തി നമ്മുടെ കൂടെയുണ്ട്. अगर वो जेल में हो या जेल के बाहर हो, पर वो सामर्थ हमारे साथ हमेशा रहती है. ദേവദാസന്മാർ ഇന്ന് രാവിലെ വളരെ ആത്മാവിൽ നാം ഒരുമിച്ച് ഈ വാക്യങ്ങളെ ശ്രദ്ധിക്കാം. प्रभु के दासों, आज के दिन हम बड़े सामर्थ रूप से इस वचन को सीखेंगे. ആരെല്ലാം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞാലും പ്രസംഗിപ്പാന്റെ കോണം നമ്മെ ഏൽപ്പിച്ച സന്ദേശമാണ് സുവിശേഷം. अगर कोई भी हमसे मना करे, पर हम उसको बांटने वाले एक सेवक हैं जो कि हमारी सेवका को पूरी करेंगे. രാഷ്ട്രത്തിന്റെ തലവന്മാർ പറഞ്ഞാലും, രാജ്യങ്ങളുടെ, നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഭരണകർത്താക്കന്മാർ വിളിച്ചു പറഞ്ഞാലും, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവർ വിരോധമായി പറഞ്ഞാലും, നമുക്ക് ആമേൻ ഒരു കാരണവശാലും വായടച്ചിരിപ്പ് അനുവാദമില്ല. കാരണം നമ്മെ ഏൽപ്പിച്ച സന്ദേശമുണ്ട്, സകല ജാതികളും അറിയിപ്പാനുള്ള സ്വർഗീയ സന്ദേശം. अगर हमारे राज्य के अधिकारी, हमारे बंधु मित्र, हमारे विरोधी, हमारे विरोध करने वाले सारे संगठन के अधिकारी अगर हम उनसे बोले कि सेवकाई दोबारा मत करना, पर हम चुप भी नहीं बैठ सकते, क्योंकि हमें सेवकाई दी है, हम इसे पूरा करेंगे. ആമേൻ. നാം സകല ജാതികളും അറിയുവാനുള്ള സന്ദേശത്തിന്റെ വാഹകരാണ് സുവിശേഷകന്മാർ. हम सब अन्य जातियों को सुनाने वाले एक वचन को बांटते हैं. ആമേൻ. നമ്മുടെ മേൽ ഉത്തരവാദിത്തമാണ് ഈ സന്ദേശം സകല ജാതികളെയും അറിയിക്കണം. हमारे ऊपर एक जिम्मा है, हमारे ऊपर एक जिम्मेदारी है कि हम अन्य जातियों को तक तो सुसमाचार सुनाएं. പൗലോസിന്റെ സാക്ഷ്യമാണ് ഇവിടെ നമ്മൾ വായിച്ച വാക്യം. पर पौलुस की एक ये गवाही है कि वो हम सुन रहे थे. ആമേൻ. താനിപ്പോൾ ജയിലിലാണ്. वो भी एक बंदीगृह में है. പരസ്യമായി നടക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. उनसे बात करने के लिए वहां आने वाला कोई नहीं है. എന്നാൽ ഒരു കാര്യം ഓർക്കണം, താൻ പ്രതിവാദത്തിന് വേണ്ടി കൈസരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും സാക്ഷ്യം പറയുന്ന പൗലോസിനെയാണ് നാം കാണുന്നത്. वो राजा कैसर के सामने भी अपनी गवाही देने वाला पौलुस सेवक की हमारे बात कर रहे हैं आज. അതിന് मुंबे നാം वाയിക്കുന്നു, ഫെലിക്സ് ഫെസ്തോസ് തുടങ്ങിയ അധികാരികളുടെ നടുവിൽ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവനാണ് പൗലോസ്. फेलिक्स फेस्तोस नाम के एक अधिकारी के सामने भी परमेश्वर का प्रचार किया था पौलुस ने. ആമേൻ. എവിടെ അവസരം ലഭിച്ചാലും സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരുന്ന പൗലോസിനെയാണ് നാം ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിലും വായിക്കുന്നത്. जहां जहां उसको मौका मिला, वहां वहां उसने प्रचार किया है पौलुस ने अब तक. അപ്പോൾ നമ്മുടെ ചിന്താവിഷയത്തിൽ മടങ്ങി വരട്ടെ. വായിക്കുന്നു, സകല ജാതികളും കേൾപ്പാൻ എന്നെ ശക്തീകരിച്ചു. वापस आता अपने पॉइंट पे कि यही कि सारे अन्य जाति भी उसको सुनने पाए. നമുക്കറിയാം ആ കാലഘട്ടത്തിലെ ആ സാഹചര്യങ്ങൾ തീർത്തും അനുകൂലമല്ലായിരുന്നു സുവിശേഷത്തിന്റെ പ്രചാരണത്തിന്. हम जानते हैं कि उस युग में सेवक के समाज सुसमाचार के विरुद्ध कई सारी परिस्थितियां उठी थी. റോമൻ അധികാരികളുടെ ശക്തമായ വിരോധം,
रोमी राज्य का बहुत ही बड़ा विद्रोह हुआ था। കൂടാതെ യഹൂദ മത നേതാക്കന്മാരുടെ വിരോധങ്ങൾ, उसके बावजूद यहूदा मत जितने भी अधिकारी थे उनके भी धर्म के विरोध में जो बातें होती थी उस समय परिस्थिति कुछ ज्यादा ही थी। അതുപോലെ യാത്ര ചെയ്യുവാനും മറ്റ് സൗകര്യങ്ങളുടെ പരിമിതികൾ നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ വളരെ വലുതായിരുന്നു. എന്ന് പറഞ്ഞാൽ അനുകൂലമായ സാഹചര്യമല്ലായിരുന്നു സുവിശേഷീകരണത്തിന്. वहां यात्रा का भी उतना संवादन नहीं था, तो हमारी सीधी बात है कि सुसमाचार को फैलाने का कोई जरिया नहीं था। ആമേൻ. അപ്പോൾ ഈ പ്രതികൂലങ്ങളെല്ലാം ഉള്ളപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാം പൗലോസിന്റെ യാത്രകളെല്ലാം വളരെ രസകരമായ യാത്രയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇന്നത്തെ കാലം പറഞ്ഞാൽ 2-3 മണിക്കൂറത്തെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് 5, 6, 7 മാസങ്ങളായിരുന്നു. आज के दिन हम लोग एक बात पे ध्यान रखेंगे कि जब हम लोग 2-3 घंटे में एक जगह से दूसरी जगह पहुंचते हैं, उस जगह में वो 2-3-4-5 महीने में पहुंचते थे। ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലം വരെ കടലിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായ യാത്രയാണ്. एक समुद्र को पार करके जाना मतलब बहुत ही मुश्किल का काम है। അപ്പോൾ ആമേൻ, നമുക്കറിയാം ഈ 5, 6, 7 മാസങ്ങൾ ആമേൻ താൻ അടങ്ങിയതിൽ നമുക്ക് അവിടെയും താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഭയുടെ സ്ഥാപനം. वो 5-6 महीने वो यात्रा में भी शांत नहीं बैठा रहा, वहां भी सुसमाचार सुनाता रहा। ഇറങ്ങിയപ്പോൾ 276 ആളുകളുള്ള കപ്പലിൽ ആരും വിശ്വാസികളില്ല. ചില മാസങ്ങൾ കപ്പലിൽ യാത്ര ചെയ്ത് അവസാനം ഇറങ്ങിയപ്പോൾ കപ്പലിലെ ആളുകൾ ഒരു സഭയായി മാറുകയാണ്. जब वो जहाज से निकला था तब कोई भी विश्वास ही नहीं था वहां पे, भले ही भीड़ थी वहां पे, पर जहाज जब अपने मुकाम पे पहुंची वहां एक बहुत ही बड़ी कलीसिया की स्थापना हुई। മെലീത്ത തുടങ്ങിയ ദ്വീപുകളിൽ ബർബരന്മാർ താമസിക്കുന്ന അപ്രകാരമുള്ള ദ്വീപുകളെ ദൈവസഭയുടെ പ്രധാന സ്ഥലമാക്കി മാറ്റുവാൻ കാരണം ആമേൻ താൻ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവദാസനായതുകൊണ്ടായിരുന്നു. मेलिता टापू के पास जो बर्बन जैसे लोग थे वहां पे, वहां के बीच में भी परमेश्वर ने उसको कलीसिया खड़ी करने के लिए सामर्थ दिया था। ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. നമുക്ക് അനുകൂലമുള്ള സാഹചര്യം നാം കാത്തിരിപ്പാൻ നമുക്ക് അനുവാദമില്ല. ഏത് സാഹചര്യമായിരുന്നാലും സുവിശേഷത്തിന്റെ വക്താക്കളാണ് നാം. अगर हम परिस्थिति को देखे बैठे हैं तो सही नहीं होगा, बल्कि हम अपने परमेश्वर की सेवकाई के विरोध सेवकाई को सुसमाचार सुनाने वाले लोग हैं। ഇന്ന് രാവിലെ ആത്മാവിൽ സന്ദേശം ശ്രദ്ധിക്കണമേ. സകല ജാതികൾക്കുമുള്ള സന്ദേശം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. एक बात पर ध्यान रखेंगे, सारे जातियों को सुनाने वाला संदेश हमारे हाथों में है। ആമേൻ. വളരെ ആത്മാവിൽ ഇന്ന് രാവിലെ വീണ്ടും തീരുമാനമെടുക്കാം. നാം എല്ലാം പ്രസംഗിക്കുന്നവരാണ്. പക്ഷേ ഹല്ലേലൂയ, ഏതെങ്കിലും കാരണത്തിൽ ക്ഷീണമോ പ്രയാസമോ ദൈവമേ എന്നെ കൊണ്ട് സുവിശേഷീകരണം പൂർത്തീകരിപ്പാൻ കഴിയുമോ എന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഹല്ലേലൂയ, ഈ സന്ദേശം നമുക്ക് ഉണർവായി മാറട്ടെ. പൗലോസ് പറയുന്നു, ജയിലിൽ കഴിയുമ്പോഴും എന്റെ മേൽ ഒരുപാട് ബന്ധനങ്ങൾ ഉള്ളപ്പോഴും ഞാൻ സുവിശേഷത്തിന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചു. अगर हमारे बीच में ऐसा भी कोई है कि जो बोलता है कि मैं अभी थक चुका हूँ, परमेश्वर मुझसे नहीं होने वाला, मैं प्रचार नहीं कर सकता हूँ, तो एक बात को ध्यान रखिए कि पौलुस अपने अकेलापन में भी अपने बंदीगृह में बैठकर वो कहता है कि मैंने अपने प्रचार को पूरा किया था। സകല ജാതികളും സുവിശേഷം അറിഞ്ഞു. सारी अन्य जाति भी उसका सुसमाचार सुनने पाई। അന്ന് ആ കാലത്തിൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സൗകര്യങ്ങളില്ലായ്മകൾ അസൗകര്യങ്ങൾ ഉള്ളപ്പോഴും താൻ ഈ കാര്യം പൂർത്തീകരിച്ചെങ്കിൽ ഇന്ന് നമുക്കറിയാം ആമേൻ, നമുക്ക് എല്ലാ നന്മകളും ഉണ്ട്. ഹല്ലേലൂയ. ഒരുപാട് വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന നമ്മുടെ മുമ്പിൽ. ഹല്ലേലൂയ. ശക്തമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ പൂർത്തീകരിക്കും. उस समय में हम जानते हैं कि उतना सेवकाई बांटने के लिए उतना संवादन नहीं था, पर आज हमारे पास जो जरिया है उसका पूर्ण रूप से इस्तेमाल करें, परमेश्वर की सेवकाई को बढ़ाने के लिए अपना पूर्ण रूप से अपना शक्ति को प्रदान करें। പൗലോസിന്റെ 2 വർഷത്തെ റോമിലെ കാരാഗ്രഹവാസമുണ്ട്. അത് വായിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികളുടെ അവസാനത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിലാണ്. पौलुस का रोम में वहां बंदीगृह में बंद होना, वहां पे प्रेरित जो काम में कुछ आखिरी अध्याय में लिखा हुआ है। അവസാനത്തെ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ आखिरी अध्याय के आखिरी पदों में लिखा हुआ താൻ है। അവിടെ വീട്ടു തടങ്കലിലായിരുന്നു. वो अपने घर के रूप में एक बंदीगृह में बंधा हुआ था। ആമേൻ. തനിക്ക് പുറത്തു പോകാൻ അനുവാദമില്ല, പക്ഷെ ആളുകൾക്ക് വന്ന് തന്നെ കാണാം. वो बाहर जाने का उसको अनुमति नहीं थी, बल्कि बाहर से लोग उसको आगे देख सकते थे। ശ്രദ്ധിച്ചു കേൾക്കണമേ, പുറത്തു പോകുവാൻ തനിക്ക് അനുവാദമില്ല, പക്ഷേ തന്നെ വന്ന ആളുകൾക്ക് കാണാമായിരുന്നു. ध्यान दीजिएगा, उसको बाहर जाने का अनुमति नहीं था, पर बाहर से लोग अंदर आ सकते थे। 2 വർഷം അവിടെ റോമിൽ വീട്ടു തടങ്കലിലായിരുന്ന പൗലോസിനെയാണ് നാം അവിടെ കാണുന്നത്. 2 साल वो पौलुस उसी बंदीगृह में, घर के बंदीगृह में बंद रहा। അറിയാമോ? ശ്രദ്ധിക്കണം എല്ലാവരും. ആമേൻ. യൂറോപ്പിൽ ഏറ്റവും വലിയ ഉണർവുണ്ടായത് ആ 2 വർഷമായിരുന്നു.
एक बात को ध्यान देंगे कि यूरोप जैसे बहुत ही बड़े कॉन्टिनेंट में बहुत ही बड़ा एक उजागरण उस 2 साल में हुआ था। ആമേ കാരണമെന്ന് ചോദിച്ചാൽ അവിടെ ഒരു അഭിഷിക്തൻ വീട്ടിൽ പ്രാർത്ഥിക്കുകയാ. इसका कारण यही था कि एक बहुत ही बड़ा दास, बहुत ही बड़ा अभिषिक्त एक घर में बैठकर प्रार्थना कर रहा था। വലിയ ഉണർവ് യോഗങ്ങൾ നടത്തുവാൻ തനിക്ക് അവസരങ്ങളില്ല. बहुत ही बड़ा प्रबंधन करने वाला उसके पास जरिया नहीं था। പുറത്തു വന്ന് സുവിശേഷം അറിയിപ്പാൻ തനിക്ക് പെർമിഷൻ ഇല്ലായിരുന്നു. उसको बहुत ही बड़ा प्रचार करने का अनुमति नहीं था। പക്ഷേ 2 വർഷത്തെ റോമിൽ തന്റെ പ്രാർത്ഥന മുഴങ്കാൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉണർവുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു യൂറോപ്പിൽ ആ കാലത്തിൽ. കാരണം റോമിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധൻ മുഴങ്കാലിരിക്കുകയായിരുന്നു. उसको प्रचार करने का मौका नहीं मिला, पर उसने अपने घुटनों में बैठकर प्रार्थना किया। उसके घुटनों में बैठ के प्रार्थना करने के कारण यूरोप में पिछले 2 साल में बहुत ही बड़ी जागृत हुई। ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യം ശക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിയോ की पत्री वो पूरे विस्तार रूप से कहता है। ആദ്യത്തെ അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കുന്നു. എന്നെ കാണാൻ വന്ന സഹോദരങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുന്നു. कहता है पहले अध्याय कुछ पदों में कि मुझसे मिलने वाले सारे दास आत्मा में भर गए थे। ആമേൻ. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, കൈസരുടെ അരമനയിൽ പോലും സുവിശേഷം എത്തിയെന്നാണ് വായിക്കുന്നത്. हम वहां पढ़ते हैं कि कैसर के महल तक उसका सुसमाचार पहुंच गया था। അവൻ വലിയ ആത്മീയമാണ് പൗലോസിന്റെ ആ കാലഘട്ടത്തിൽ റോമിലും യൂറോപ്പിലും ഉണ്ടായത്. बहुत ही बड़ी जागरूकता उस 2 साल में पौलुस के प्रति प्रार्थना के द्वारा हुई थी। രാവിലെ കാര്യങ്ങൾ നമുക്കിങ്ങനെ മനസ്സിലാക്കണം. നമ്മളെ എത്രത്തോളം ബന്ധിപ്പാൻ ലോകം ശ്രമിച്ചാലും ബന്ധിക്കുവാൻ കഴിയാത്ത സുവിശേഷ വക്താക്കളാണ് നാം. एक बात को ध्यान रखेंगे, ये लोग हमें जितना विरोध करे, पर विरोध कोई बढ़कर सुसमाचार बांटने वाला एक संदेश हमारे हाथों में है। ഇന്നലെ ചില അധികാരികളുടെ മുമ്പിൽ എനിക്ക് നിൽക്കേണ്ടതായിട്ട് വന്നു. कल कुछ अधिकारियों के सामने मुझे खड़ा होना पड़ा। ചില ചോദ്യങ്ങൾ അവരെന്നോട് ചോദിച്ചു. സുവിശേഷത്തിന്റെ വിഷയത്തിന് വേണ്ടി നമ്മുടെ ശുശ്രൂഷയും കാര്യങ്ങളും നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വിഷയങ്ങൾ. कुछ उन लोगों ने कुछ सवाल पूछे कि आपकी सेवकाई कैसे चलती है, कुछ विस्तार रूप से बताइए हमारे बारे में। കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഭയം അല്പം പോലും ഇല്ലാതെ കർത്താവിനെ കുറിച്ച് പറയാൻ കർത്താവ് കൃപ നൽകി. मैं परमेश्वर का धन्यवाद करता हूँ कि थोड़ा सा भी डर ना होने के बावजूद मुझे परमेश्वर ने सेवकाई सुसमाचार सुनाने के लिए मदद किया। പ്രാർത്ഥിക്കുക. നിശ്ചയമായും റായ്ബറേലിയിലും ഉത്തർപ്രദേശിലും നമ്മുടെ മഹാരാഷ്ട്രയിലും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. एक बार प्रार्थना कीजिएगा कि हमारे यूपी में भी, आस पड़ोस के सारे कलीसिया में भी, जिले में भी, शहरों में भी परमेश्वर का सुसमाचार बढ़ने पाए। ഞാൻ അവിടെ ഓഫീസർ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ആയത് എനിക്കറിയാം. നിരവധി പേർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. एक बात को मैं याद करता हूँ कि जब मैं अधिकारी के सामने खड़ा था तो कई सारे लोग मेरे लिए प्रार्थना करने वाले वहां खड़े थे। പല സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. कई जगह से वो लोग मेरे लिए प्रार्थना कर रहे थे। ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ ഇന്നലെ അവിടെ കണ്ടു. बहुत ही बड़ा अद्भुत कार्य मैंने परमेश्वर का वहां देखा था। ആമേൻ. നമ്മുടെ പ്രാർത്ഥന വലിയ മാറ്റങ്ങൾ വരുത്തും ഈ ദിനങ്ങളിൽ. हमारी प्रार्थना इन दिनों में बहुत ही बड़ा कारण बन जाएगा जागरूकता के लिए। രാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. भोर को उठकर प्रार्थना करने वाले सारे दोस्तों को मैं धन्यवाद करता हूं। ആമേൻ. പൗലോസ് പ്രാർത്ഥിച്ചു. റോമിൽ ഉണർവുണ്ടായി, യൂറോപ്പിൽ ഉണർവുണ്ടായി. पौलुस ने प्रार्थना किया, रोम में बहुत ही बड़ी जागरूकता हुई, यूरोप में बहुत ही बड़ी जागरूकता हुई। ഗോഡ്സ് മിഷനിലെ ദൈവദാസിമാർ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദേശം വലിയ ഉണർവ് കാണുവാൻ പോകുന്നു. गॉड्स मिशन के सारे दासों ने प्रार्थना मिलकर किया तो हमारे देश में बहुत ही बड़ी बेदारी होने वाली है। ഈ ദിനങ്ങളിൽ അതിശക്തരായ പ്രാർത്ഥന യോദ്ധാക്കളെയാണ് ദൈവം തിരയുന്നത്. आजकल के दिनों में परमेश्वर बहुत ही बड़े आत्मिक रूप से शक्तिशाली योद्धा परमेश्वर में देने वाले हैं। प्रार्थना के योद्धा परमेश्वर में देने वाले हैं। ശക്തമായി നാം കാര്യങ്ങൾ പൂർത്തീകരിക്കും. शक्तिशाली रूप से हम परमेश्वर की सेवकाई को पूरी करेंगे। ആമേൻ. ആരുടെയും മനസ്സിൽ ഏതെങ്കിലും നിരാശകൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ പറയാം, അതെന്നെ വിട്ട് മാറിപ്പോകട്ടെ. आज के दिन किसी के दिल में भी कोई निराशा हो तो कहे परमेश्वर इस नाम से, यीशु मसीह के नाम से सारी निराशा निकल जाए। നാം തളരാതെ മുമ്പോട്ട് പോകും. हम बिना थके आगे बढ़ेंगे। ആമേൻ. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ പൂർത്തീകരിക്കും. हमें मिली जिम्मेदारी को हम पूर्ण रूप से पूरा करेंगे। എന്റെ വിഷയം ഇതാണ്, നമ്മെ ഏൽപ്പിച്ച ജാതികളുടെ ഇടയിലുള്ള ശുശ്രൂഷ നാം പൂർത്തീകരിക്കും. मेरा बात यही है कि अन्य जातियों के बीच में बांटने वाला संदेश हमें जो मिला है उसको हम सुसमाचार पूरा करेंगे। അന്യജാതികളുടെ അപ്പോസ്തലനായിരുന്നു. पौलुस अन्य जातीय लोग का एक सेवक था, एक प्रेरित था। ആമേൻ. യഹൂദ അല്ലെങ്കിൽ ഇസ്രായേലിലെ കുടുംബങ്ങളിൽ നിന്ന് വേറിട്ട് അന്യജാതികളിലേക്ക് ദൈവനാമത്തിന് വേണ്ടി
പോകുവാൻ വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ട അഭിഷിക്തനായിരുന്നു വിശുദ്ധ പൗലോസ്. यहूदा या फिर इजरायलियों के अपने परिवार वालों को छोड़ करके वो अन्य जातियों के बीच में जाकर प्रचार करने वाला एक प्रेरित था पौलुस। ദൈവം തന്നെ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, അന്യജാതികളുടെ അപ്പോസ്തലൻ. परमेश्वर ने उसको बहुत ही बड़ा एक जिम्मेदारी दिया कि अन्य जातियों का प्रेरित तू है। അന്യജാതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യഹൂദരല്ലാത്ത ഇസ്രായേലിയരല്ലാത്തവർ. अन्य जाति हम जानते हैं कि वो यहूदी नहीं थे बल्कि इजरायली भी नहीं थे वो लोग। ഇസ്രായേലിയരല്ലാത്തവരുടെ നടുവിലേക്ക് സുവിശേഷമായി പോകാൻ വേണ്ടി അഭിഷേകം പ്രാപിച്ച വിശുദ്ധ പൗലോസ്. जो इजराइल के नहीं थे उनके बीच में जाकर के आत्मिक रूप से बढ़ने के लिए सामर्थ्य दिया हुआ परमेश्वर। ആ യാത്രയിൽ തന്റെ യാത്രയെ തടയുവാൻ നിരവധി പ്രതിസന്ധികൾ ഒരുമിച്ച് കടന്നു വന്നു. उसकी यात्रा को रोकने के लिए कई सारी बाधाएं बीच में आई। പല ജയിലുകളിൽ താൻ കഴിയേണ്ടി വന്നു. बहुत सारे बंदीगृह में उसको बंद होना पड़ा। നിരവധി പേർ ഭയം നിമിത്തം തന്നെ വിട്ടുപോയി. कई सारे लोग उसको डर के मारे चले गए उसके साथ से। കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് പൗലോസ് എഴുതിയിട്ടുണ്ട്, തന്റെ ആപത്തുകൾ, തനിക്ക് വിരോധമായി വന്ന പല വിഷയങ്ങൾ. कुरिन्थियों की पत्री को हम पढ़ते हैं कि उसने पूरा चट्टा लिखा हुआ है कि उसको छोड़ के सारे लोग चले गए थे। ഇപ്രകാരമുള്ള നിരവധി വിഷയങ്ങൾ താൻ നേരിട്ടിട്ടും इतना सारे बातों को उसने झेलने के बावजूद താൻ തന്റെ സാക്ഷ്യം അവസാനത്തെ ദിനങ്ങളിൽ അവസാന വാക്കുകളിൽ തന്റെ ജീവിതത്തെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. എന്നെ ഏൽപ്പിച്ച ജാതികളുടെ ഇടയിലുള്ള സുവിശേഷം ഞാൻ പൂർത്തീകരിച്ചു. वो अपने जीवन के आखिरी शब्दों में कहता है कि मुझे जो सेवकाई मिली थी मैंने उसको पूरा रूप से पूरा किया है। രാവിലെ ആത്മാവിൽ പറയാമോ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ അവസാനത്തെ സ്റ്റേജിൽ ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ മടങ്ങൂ. आज के दिन आत्मा में कहेंगे कि मुझे मिली हुई सेवकाई के आखिरी स्टेज पे मैं प्रचार करूंगा। പൗലോസിന്റെ കൂടെ പ്രതിവാദത്തിന് തന്റെ കൂടെ നിൽപ്പാൻ ആരുമില്ലാതിരുന്നിട്ട് തന്നെ കൊല്ലുവാൻ കൈസർ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചില്ല. पौलुस को मारने के लिए कैसर ने एक आज्ञा देने के परमेश्वर पौलुस को मरवाने के लिए कोशिश करने के बावजूद തന്റെ കൂടെ ആരുമില്ലാത്തതിനാൽ ഒന്നാം പ്രതിവാദത്തിൽ എന്റെ കൂടെ നിൽപ്പാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ പൗലോസ് ഏകനായി നിൽക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ കൊല്ലുവാൻ വേണ്ടി കൈസർ എന്ത് ചെയ്തില്ല? വിധി പുറപ്പെടുവിച്ചില്ല. अच्छा, पौलुस अकेला होने के बावजूद पौलुस अकेला पड़ा था, उसके साथ देने के लिए कोई नहीं था, तो कैसर ने उसको मरवाने का कोशिश भी नहीं किया। ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. നമ്മുടെ കൂടെ ആരുമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആളുകൾ വിട്ടുപിരിഞ്ഞു പോകുന്നത് കൊണ്ട് പൗലോസിനെ ശുശ്രൂഷ അവസാനിക്കുന്നില്ല. നിശ്ചയമായും നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നാം പൂർത്തീകരിക്കും. पौलुस को अकेला होने के बावजूद उसको सेवकाई छोड़ने का नौबत नहीं पड़ी, तो हमें जो सेवकाई मिली है हम उसको पूरा करके रहेंगे। നാം നിശ്ചയമായും നമ്മുടെ ശുശ്രൂഷ പൂർത്തീകരിക്കും. हम निश्चित रूप से अपनी सेवकाई को पूरी करेंगे। ശ്രദ്ധിക്കുന്നു, കർത്താവ് എനിക്ക് തുണ നിന്നു എന്നാ വായിക്കുന്നത്. वो कहता है परमेश्वर मेरा सहायक बना। ആളുകൾ വിട്ടുപിരിഞ്ഞു പോകുന്നത് കണ്ട് ഭാരപ്പെട്ട എന്റെ ശുശ്രൂഷ അവസാനിച്ചു എന്നോർത്ത് പിന്തിരിഞ്ഞു പോയത് പറയുന്നു, കർത്താവ് തുണ നിന്നത് കൊണ്ട് ഞാൻ എന്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചു. लोग छोड़ के चले गए, इस बात का दुख बनाने के बावजूद वो परमेश्वर की सेवकाई का आगे बढ़ाता रहा। ഇതിനാവരെ ആത്മാവിൽ പറയാമോ, ഹല്ലേലൂയ, ഞാൻ എന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കും. आज के आत्मा में कहेंगे कि मैं अपनी सेवकाई को पूरी करूंगा। പ്രാർത്ഥനയുടെ എന്നെ ഏൽപ്പിച്ച പ്രാർത്ഥിപ്പാൻ വേണ്ടി ഏൽപ്പിച്ച അവസാന പ്രാർത്ഥനാ പോയിന്റിന് വേണ്ടി ഞാൻ ആത്മാവിൽ യുദ്ധം ചെയ്യും. आज कहें कि मुझे प्रार्थना का विषय मेरा आखिरी विषय में प्रार्थना करके ही बैठूंगा। നാം കടന്നു പോകേണ്ട അവസാന ഗ്രാമത്തിലും സുവിശേഷമായി നാം കടന്നു പോകും. मुझे दिया हुआ आखिरी गांव भी मैं प्रचार करके ही बैठूंगा। നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ അവസാന വ്യക്തിയെയും സുവിശേഷം അറിയിച്ചിട്ടേ നാം ഇവിടെ നിന്ന് മടങ്ങൂ. हमें मिला हुआ जो भी व्यक्तियों का प्रचार करना है उसका आखिरी व्यक्ति को भी हम प्रचार करके लौटेंगे। ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നമ്മെ വിളിച്ചതിന്റെ പുറകിൽ ദൈവത്തിന്റെ വലിയ ഉത്തരവാദിത്വം ഉദ്ദേശമുണ്ട്. हमें बुलाने के पीछे बहुत ही बड़ी बुलाहट है परमेश्वर। അന്യജാതികൾ സുവിശേഷം കാത്തിരിക്കുന്ന ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഭയമില്ലാതെ വിശ്രമമില്ലാതെ വലിയ ആത്മീയ ഭാരത്തോടെ രാത്രിയിലും പകലിലും അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ നാം നമ്മുടെ ശുശ്രൂഷ പൂർത്തീകരിക്കും. यहाँ पे अन्य जातियों के बीच में भारत भूमि में हम रहते हैं, तो उनके भूख को मिटाने के लिए हमको परमेश्वर ने बुलाया है, तो प्रभु के दासों मेहनत करें। ആത്മാവിൽ നമുക്ക് മുമ്പോട്ട് പോകാം. आत्मिक रूप से हमें आगे बढ़ना है। നമുക്കറിയാം, പെന്തക്കോസ്തിന്റെ ആദ്യ ദിനങ്ങളിൽ 1, 2, 3 തുടങ്ങി 12 അധ്യായം വരെ വായിക്കുമ്പോൾ ദൈവസഭ യെരുസലേമിലും യഹൂദന്മാരുടെ വീടുകളിലും മാത്രമായി ദൈവസഭയുടെ വളർച്ച ഉണ്ടായിരുന്നത്. हम जानते हैं कि पेंतकुस्त के शुरुआती दिनों में पहले दूसरे 12 अध्याय तक वो परमेश्वर की कलीसिया थी, इजराइल और सामरिया तक ही स्थित थी। എന്നാൽ 13-ാം അധ്യായത്തിന് ശേഷം വായിക്കുന്നു, അന്യജാതികളിലേക്ക് ദൈവസഭ വ്യാപിക്കുന്നതായി നാം വായിക്കുന്നു. बात को हम देखते हैं कि 12 अध्याय के बाद 13 अध्याय में
परमेश्वर की कलीसिया आगे बढ़ने लगे अन्य जातियों के बीच में। സുവിശേഷത്തിന് വേണ്ടി പൗലോസും ബർന്നബാസ് തുടങ്ങിയ അഭിഷിക്തന്മാർ അപ്പോസ്തലന്മാർ സുവിശേഷവുമായി അന്യജാതികളിലേക്ക് പോകുന്നു. बरनबास और पौलुस ने जो सेवकाई शुरू की थी वह अन्य जातियों के बीच में प्रचार करने लगे। ഗലാത്യ ദേശങ്ങളിൽ സഭ വർദ്ധിക്കുന്നു. गलातियों के देश में सभा बढ़ने लगा। മക്കതോന്യ പ്രദേശങ്ങൾ സഭ കൊണ്ട് നിറയുന്നു. दुनिया जैसे कलीसिया में परमेश्वर ने बहुत बड़ी आत्मिक बेदारी हुई। കൊരിന്തിയ തുടങ്ങിയ ഇടങ്ങൾ, അഖായ തുടങ്ങിയ പ്രദേശങ്ങളിൽ സഭയുടെ വലിയ വികാസം ഉണ്ടാകുന്നു. कुरिन्थी और अखाया जैसे बड़े बड़े देशों में परमेश्वर का बहुत बड़ी बेदारी हुई। ആമേൻ. പത്രോസും ശേഷമുള്ളവരും മറുഭാഗത്തേക്ക് സുവിശേഷം എന്ന് പറഞ്ഞ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ആമേൻ നമുക്കറിയാം സുവിശേഷത്തിന്റെ വലിയ ഉണർവോടെ അഭിഷിക്തന്മാർ ശുശ്രൂഷിച്ചു. കാരണം അവരുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ ആമേൻ വിശ്രമില്ലാതെ ചെയ്ത് പൂർത്തീകരിച്ചു. वो दुनिया के छोर तक परमेश्वर की सेवका को बांटने लगे। सो एक ही कारण था कि उन्हें जो सेवकाई मिली है उसने उनको पूरा किया। ഇന്ന് രാവിലെ നമുക്ക് പറയാൻ കഴിയുമോ, കർത്താവ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ പൂർത്തീകരിക്കുകയാണ്. बात को आज बोलेंगे कि जो कलीसिया जो सेवकाई परमेश्वर ने मुझे दिया है मैं उसको पूरा करके रहूंगा। സാഹചര്യങ്ങളെ നോക്കി ആമേൻ നാം നമ്മെ തന്നെ വിധി എഴുതരുത്. परिस्थिति को देखकर हम अपने आप को मोड़ नहीं लेंगे। എത്ര വലിയ രോഗം വന്നാലും ക്ഷീണം വന്നാലും ആമേൻ നാം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തീകരിക്കും. कितनी बड़ी परेशानियां आए, कितनी बड़ी थकावट है, पर हम अपनी सेवकाई को पूरी करके ആമേ रहेंगे। വലിയ രോഗനിമിത്തം നീ സംസാരിക്കരുത്, നീ പതുക്കെ സംസാരിക്കണം, ആമേ എന്നെല്ലാം പറഞ്ഞാലും ആമേ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തീകരിക്കും. बहुत तेज मत बोलना तुम, आज के बाद बोलना मत, ये बोलने वाले सारे लोग के बावजूद हम अपने सेवकाई को पूरी करेंगे। നമുക്ക് നമ്മുടെ പ്രിയ രാജപാഷ കഴിഞ്ഞ ദിവസം പ്രയാസമുണ്ടായി, സംസാരിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ എത്ര വേഗം ദൈവം സൗഖ്യമാക്കി, എത്ര ശക്തമായി ആമേ സ്ഫുടമായി ഉറച്ച ശബ്ദത്തോടെ വിശ്രമില്ലാതെ പ്രസംഗിക്കുക. हमें आज देखते हैं कि राजू पाशंगल जी हैं जो पिछले दिनों में उनके बोलने की तकलीफ थी, बोल नहीं पा रहे थे, पर आज देखिए आज स्पूर्णता के रूप से वो बोल रहे थे। आज ആരെല്ലാം നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും നമ്മുടെ മേൽ പകർന്ന അഭിഷേകമുണ്ടല്ലോ, ഹല്ലേലൂയ. ആമേ നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഈ സന്ദേശം പ്രസംഗിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കും. परमेश्वर ने जो शक्ति दिया है अपने जीवन के आखिरी श्वास तक अपने प्रचार को पूरा करते रहेंगे। ആമേ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നാം പൂർത്തീകരിക്കും. आमीन। हमें जो जिम्मेदारी मिली है हम उसे पूरा करके रहेंगे। നാം പറയും ആമേൻ എല്ലാം നിവൃത്തിയായി, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ നിവർത്തിച്ചു. हम यही बोलेंगे कि मैंने जो सेवकाई परमेश्वर ने दी थी मैंने उसको पूरा किया। ആമേൻ. ലോകർ എന്തും പറയട്ടെ, लोग भूमि के जितने लोग बोले वो बोलने दें, വിരോധികൾ എന്തും പറയട്ടെ, विरोधी लोग को बोलने दीजिए। ആമേൻ. നാം നമ്മുടെ കാര്യം നിവർത്തിക്കും. हम अपने कार्य को पूरा करेंगे। രാവിലെ പറയാമോ, ഹല്ലേലൂയ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നിവർത്തിക്കും. आज दिन बोले कि मुझे जो सेवकाई मिली है मैं उसको पूरा करके ആമേ. रहूंगा। എനിക്ക് എന്തെല്ലാം ചെയ്യുവാനുണ്ടെന്ന് എനിക്കറിയാം. ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ കുറിച്ച് ഞാൻ ബോധവാനാണ്. जो करने वाला मुझे करना है वो परमेश्वर ने मुझे उतना बुद्धि दिया है। ആമേൻ. ഞാൻ അത് പൂർത്തീകരിക്കും. मैं उस बात को पूरा करके रहूंगा। പൗലോസിനെ പോലെ ഞാനും പറയും, എന്നെ ഏൽപ്പിച്ച ആത്മീയ ഉത്തരവാദിത്തം ഞാൻ പൂർത്തീകരിച്ചു. पौलुस के रूप से हम भी बोलेंगे कि मुझे जो सेवकाई मिली मैंने उसको पूरा किया। ജയിൽ എന്ന് പറഞ്ഞ തടസ്സമല്ല. जेल और बंदीगृह हमारे लिए बाधा नहीं है। ആമേൻ. കൈസരുടെ വാളിനെ കുറിച്ച് പേടിയോ എന്ന് നമ്മളെ ഭയപ്പെടുന്ന വിഷയമല്ല. राजा कैसर की धमकियां हमारे सामने नहीं दिखने वाली। ആമേ. കൂടെ വന്നവർ വിട്ടുപിരിഞ്ഞ് പോയതോ നിരാശ കൊണ്ട് ആമേൻ ആമേൻ നാം നിർത്തി മടങ്ങി പോകുന്നവരല്ല. പിന്നെയോ ഹല്ലേലൂയ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ പൂർത്തീകരിക്കും. मित्र छोड़ के चले जाए तो उस बात को दुख नहीं बनाऊंगा, बल्कि हम अपनी सेवकाई को पूरा करूंगा। യേശുവിന്റെ നാമത്തിൽ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തീകരിക്കും. यीशु के नाम में जो हमें सेवकाई मिली हम इसे पूरा करेंगे। സകല ജാതികളെയും അന്യജാതികളെയും സുവിശേഷം അറിയിപ്പാൻ വേണ്ടി 1-ാം നൂറ്റാണ്ടിൽ വിളിക്കപ്പെട്ട അഭിഷിക്തൻ അത് പൂർത്തീകരിച്ചെങ്കിൽ ആമേ ഇന്ന് നാം നമ്മെ വിളിച്ച നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നാം പൂർത്തീകരിക്കും. अगर परमेश्वर ने जो सेवकाई दी थी पहली शताब्दी के नबियों को, जो वही सुसमाचार हमें मिला है और हम भी उसको पूरा करके रहेंगे। സകല ജാതികളും കേൾപ്പാൻ എന്നെ ശക്തീകരിച്ചു. सारी जाति को सुनाने का शक्ति परमेश्वर ने मुझे സകല दिया। ജാതികളും കേൾപ്പാൻ എന്നെ ശക്തീകരിച്ചു. अन्य जातियों को सुनाने के लिए परमेश्वर ने शक्ति दिया। ദൈവം നമുക്ക് ശക്തി പകർന്നിട്ടുണ്ട്. परमेश्वर ने हमें सामर्थ्य दिया है। ആമേ. ദൈവം എനിക്ക് തുണ നിന്നു എന്നാ വായിക്കുന്നേ. परमेश्वर मेरा सहायक बना रहा। കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആമേ നാം എങ്ങനെ മടങ്ങിപ്പോകും? परमेश्वर अगर हमारे साथ है तो हम कैसे मुड़ के वापस चले जाएं? ആമേ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നാം എങ്ങനെ നിരാശയോടെ തിരിച്ചു പോകും? परमेश्वर हमारे साथ है तो हम निराश होकर कैसे मुड़ सकते हैं? ആത്മാവിൽ പറയാം, നിശ്ചയമായും എന്റെ ശുശ്രൂഷ ഞാൻ പൂർത്തീകരിക്കും. आत्मिक रूप से कहें कि निश्चित रूप से मैं अपनी सेवकाई को पूरी करूंगा। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ഉത്സാഹത്തോടെ നമുക്ക് എഴുന്നേൽക്കാം. उत्साह पूर्वक आज हम उठेंगे। ആമേ. ശരീരത്തിന്റെ ക്ഷീണങ്ങളെ മറക്കാം. शरीर के सारे भय को निकाल देंगे। ആമേ. ശരീരത്തിന്റെ ദുർബലതകളെ മറക്കാം.
शरीर की सारी दुर्बलता को हटा देंगे। ആമേ നമുക്ക് ശക്തനായി മടങ്ങി വരാം. हमको शक्तिशाली रूप से आगे बढ़ना है। പ്രാർത്ഥനയുടെ സമയം വർദ്ധിപ്പിക്കാം. प्रार्थना के समय को और बढ़ाएं। ആമേ പ്രസംഗത്തിന്റെ സമയങ്ങൾ വർദ്ധിപ്പിക്കാം. प्रचार के समय को और बढ़ाएं। ആമേ ആത്മാവിൽ ആരാധിക്കുന്ന സമയങ്ങൾ വർദ്ധിപ്പിക്കാം. आत्मिक रूप से आराधना करने समय को और बढ़ाएं। ആമേ നിശ്ചയമായും നാം ശുശ്രൂഷ പൂർത്തീകരിക്കും. निश्चित रूप से हम अपनी सेवकाई को पूरी करेंगे। എപ്പോഴും പറയുന്ന പോലെ ഉത്തർപ്രദേശിന്റെ അവസാന വ്യക്തിയും സുവിശേഷം അറിയും. मैं हमेशा बोलता हूँ कि उत्तर प्रदेश का आखिरी व्यक्ति भी परमेश्वर के सुसमाचार को जानेगा। മഹാരാഷ്ട്രയുടെ സകല കോണുകളും കർത്താവിനെ അറിയും. महाराष्ट्र का कोना कोना परमेश्वर के नाम को पहचानेगा। ആമേ നാം നിൽക്കുന്ന സംസ്ഥാനത്തിന്റെ അവസാന വില്ലേജും കർത്താവിനെ അറിയും. हम जहाँ खड़े हुए उस क्षेत्र के आखिरी गांव में भी परमेश्वर को सुसमाचार पहुंचेगा। ആമേ നമ്മിലൂടെ അത് പൂർത്തീകരിക്കപ്പെടും. हमारे द्वारा परमेश्वर पूरा करेगा। നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ നാം പൂർത്തീകരിക്കും. हमें मिले हुए जिम्मेदारी हम पूरी करेंगे। പൗലോസ് പ്രാപിച്ച അതേ ശക്തിയാണ് നാമും പ്രാപിച്ചത്. पौलुस जो शक्ति प्राप्त किया है वही हम शक्ति हम प्राप्त किए പൗലോസിന്റെ हैं। മേലുള്ള ആത്മാവിന്റെ ശക്തിയാണ് നാം അനുഭവിക്കുന്നത്. पौलुस जो शक्ति अनुभव किया था वही अनुभव हम भी ആമേ करते हैं। പൗലോസിന്റെ മേലുണ്ടായിരുന്ന ദൈവകൃപകളാണ് നമ്മുടെ മേലും പകരപ്പെട്ടിരിക്കുന്നത്. परमेश्वर की सामर्थ जो पौलुस में थी वही सामर्थ हमारे ऊपर भी है। ദൈവദാസനെ ദേവദാസിയെ എല്ലാ ക്ഷീണവും മാറിപ്പോകട്ടെ. दासी सारे रुकावटें सारी तकलीफ भी से चली जाए। ആമേ ദൈവനാമത്തിന് വേണ്ടി ഓടുവാൻ അധികാരവും അഭിഷേകവും ദൈവശക്തിയും നാം പ്രാപിച്ചവരാണ്. प्रभु की सेवका को बांटने के लिए शक्ति मिली हुई हम लोग हैं। ആമേ നമ്മിലൂടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നാം പൂർത്തീകരിക്കും. हमें मिली हुई जिम्मेदारी हम पूरा करके रहेंगे। ഹല്ലേലൂയ. हालेलुया। നിശ്ചയമായും അത് സംഭവിക്കും. निश्चित रूप से वो पूरा होकर അത് रहेगा। സംഭവിക്കും സംഭവിക്കും സംഭവിക്കും. वो पूरी रूप से पूरा होता रहेगा। രാവിലെ ആത്മാവിൽ പറയാമോ, എന്നെ ഏൽപ്പിച്ച അസൈൻമെന്റ്, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ പൂർത്തീകരിക്കും. आज के दिन आत्मा में कहे मुझे दीवा कार्य में पूरा करके रहूंगा। ഏതൊക്കെ സഭകളിൽ പ്രസംഗിക്കുവാൻ തക്കോണം ദൈവം എന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട്, അത് സൂമിലായാലും അല്ല സ്റ്റേജിലായിരുന്നാലും അത് ഞാൻ പൂർത്തീകരിക്കും. न जाने कहाँ भी हो परमेश्वर ने मुझे मौका दिया है, चाहे वो जूम है चाहे स्टेज, मैं अपनी बात को पूरा करके रहूंगा। ആമേൻ. എത്ര ഇടങ്ങളിൽ പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് അനുഭവം നൽകിയിട്ടുണ്ടോ, എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ, ആ പ്രാർത്ഥന യോഗം എല്ലാം ഞാൻ നടത്തും. जितने भी प्रार्थना का प्रभु ने मौका दिया है मैं उस सारे प्रार्थनाओं को पूरा करके रहूंगा। സുവിശേഷത്തിന്റെ സത്യം ആരെയെല്ലാം അറിയിക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഞാൻ പൂർത്തീകരിക്കും. सच्चाई को वचन को बांटने के लिए परमेश्वर ने जहाँ जहाँ मुझे मौका दिया मैं वहाँ वहाँ बांटूंगा। നിശ്ചയമായി ഞാനത് പൂർത്തീകരിക്കും. निश्चित रूप से मैं उसको पूरा करके रहूंगा। ഹല്ലേലൂയ. हालेलुया। നമ്മളെ ആർക്ക് തടയുവാൻ കഴിയും? हमें कौन बाधा डाल सकता അവൻ है? ലോകത്തിന് തടയുവാൻ തക്കണം ഒരിക്കൽ ഒരുപാട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. जो जितने लोगों ने हमारे बीच में बाधा डाला है उन सब के बारे में बोल के मैं जल्द से बैठना चाहूंगा। അവരുടെ കയ്യിലുള്ള ഒരുപാട് നിയമങ്ങളാണ്. उनके पास बहुत सारे नियम हैं। അവരുടെ അടുത്ത് തൽവാർ, വാളുകൾ, उनके पास बहुत सारे तलवार हैं। അവരുടെ അടുത്ത് ജയിൽ, उनके पास बंदीगृह है। ചങ്ങലകൾ, उनके पास जंजीर है। കയ്യിൽ കല്ലുകൾ. उनके हाथ में पत्थर हैं। അവരുടെ കയ്യിൽ അധികാരങ്ങൾ, उनके हाथों में अधिकार है, മാനുഷിക അധികാരങ്ങൾ, मनुष्य के रूप से अधिकार है। എല്ലാം ലോകത്തിലെ വസ്തുക്കൾ उनके पास संसार की सारी वस्तु है, എല്ലാം ഇവിടുത്തെയാ. सब यहाँ की हैं। നമ്മുടെ മേലുള്ള അധികാരമോ? हमारे ऊपर जो अधिकार है ഉയരത്തിലെ അധികാരം, वो परमेश्वर का अधिकार है, ഉയരത്തിലെ ശക്തി. वो परमेश्वर की शक्ति है। ഇന്നലകളിൽ ഈ ശക്തി ഉപയോഗിച്ച് ലോകം ഈ സുവിശേഷത്തെ തടവാൻ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ 2025 നടക്കുകയില്ല. और पहली शताब्दी में अगर परमेश्वर का सामर्थ्य को कोई बाधा नहीं डाल सका तो वो आज भी कोई बाधा नहीं डाल सकता है। ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന റോമൻ ഗവൺമെന്റിന് സുവിശേഷം തടവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് കഴിയുമോ? दुनिया की सबसे बड़ी सामर्थ्य रोमी साम्राज्य अगर नहीं बाधा डाल सकती है तो आज क्या बाधा कोई डाल सकता है? അന്ന് ചുരുക്കം ആളുകൾ ഉണ്ടായിരുന്ന സഭയെ തടവാൻ ഒരു വലിയ ശക്തി കഴിഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ചെറിയ വെല്ലുവിളികളൊക്കെ ദൈവസഭയെ തടവാൻ പര്യാപ്തമാണോ? अगर पिछली शताब्दी की छोटी सी कलीसिया को और बड़ी शक्ति अगर बाधा नहीं डाल सकती है तो आज की बड़ी कलीसिया को कौन बाधा डाल सकता है? ആത്മാവിൽ പറയാമോ, ഞാൻ എന്റെ ശുശ്രൂഷ നിവർത്തിക്കും? आत्मिक रूप से कहें कि मैं अपनी सेविका को पूरी करूंगा। എന്ന് പറയാറുണ്ട്, പാസ്റ്ററെ ശ്രദ്ധിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല. कुछ लोग कहते हैं दास, प्रभु के दास आप ध्यान रखिएगा, बाहर मत निकलिएगा। വരുന്ന ഫോൺ കോളൊക്കെ ശ്രദ്ധിക്കണം, എല്ലാവരോടും സംസാരിക്കരുത്. आपके आने वाले फोन कॉल्स को आप उठाइएगा मत, बहुत ही ध्यानपूर्वक रहिएगा। ശരിയാ, ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗത്തുണ്ടെങ്കിലും നമുക്കറിയാം ഞാൻ എന്റെ ശുശ്രൂഷ നിവർത്തിക്കും. लेकिन एक बात को हम ध्यान रखते हैं, सावधानी पूर्वक हमको चलना है, पर अपनी सेविकाई को हम पूरी करके रहेंगे। നമ്മൾ പൂർത്തീകരിക്കും. हम जरूर अपनी सेविका को पूरी करेंगे। നാം ശുശ്രൂഷ പൂർത്തീകരിക്കും. हम पूर्ण रूप से पूरा करेंगे। ഞാൻ എന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കും. मैं अपनी सेविकाई को पूरी करूंगा। യേശുവിന്റെ നാമത്തിൽ പറയാമെന്ന് രാവിലെ പൗലോസിനെ പോലെ ഞാനും നാമും പറയുന്നു, നമ്മെ
പൂർത്തീകരിപ്പിച്ച ഉത്തരവാദിത്തം നാം പൂർത്തീകരിക്കും. यीशु के नाम से आज कहेंगे पौलुस ने जिस तरह अपनी सेवकाई पूरी की, हम भी उस तरह पूरा करेंगे. അതിന് ജയിലിൽ കിടന്നുകൊണ്ടാണെങ്കിലും അവിടെയും പൂർത്തീകരിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. अगर वो बंदीगृह में बैठकर करना पड़े, वहां भी हम करेंगे. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. പൗലോസ് പറയുന്ന സുവിശേഷത്തിനോ ബന്ധനമില്ല. परमेश्वर पौलुस ने जो सुसमाचार सुनाया था उसका कोई बंधन नहीं था. ആമേൻ. സുവിശേഷത്തിനോ ബന്ധനമില്ല. उसके सुसमाचार के ऊपर कोई बंधन नहीं है. ആമേൻ. നമ്മുടെ മേൽ ആര് നമ്മുടെ അഭിഷേകത്തെ ബന്ധിക്കുവാൻ കഴിയും? हमारे ऊपर कौन बंधन डाल सकता है? ആമേൻ. സുവിശേഷത്തിന് ഒരു ബന്ധനമില്ല. सुसमाचार के ऊपर कोई बंधन नहीं है. നിങ്ങളുടെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. मैं अपने शब्दों को विराम देना चाहूंगा. സകല ജാതികളും കേൾപ്പാൻ എന്നെ ശക്തീകരിച്ചു. सब अन्य जातियों को सुनाने के लिए परमेश्वर ने सामर्थ दिया. സകല അന്യ ജാതികളും सब अन्य जातियों को, സകലരും കേൾക്കും. सबको सुनने को. അന്നത്തെ ലോകത്ത് പൗലോസ് അത് ചെയ്തെങ്കിൽ ഇന്നത്തെ ലോകത്ത് നാം അത് ചെയ്യും. अगर उस जमाने के पौलुस ने किया था तो आज के जमाने के हम भी वो कार्य करेंगे. ഇന്ന് ആമേൻ നാം നമ്മുടെ കരങ്ങളിൽ സുവിശേഷം. अगर आज हमारे हाथों में है सुसमाचार, വലിയ ഉത്തരവാദിത്വം ഇന്ന് നമ്മുടെ കരങ്ങളിൽ. बहुत ही बड़ी जिम्मेदारी हमारे हाथों में है. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. ആമേൻ. നമ്മുടെ ഓട്ടം നാം പൂർത്തീകരിക്കും. हम अपनी दौड़ को पूरा करके रहेंगे. നമ്മുടെ യുദ്ധം നാം പൂർത്തീകരിക്കും. अपने युद्ध को जीतेंगे. അവസാനത്തെ ആത്മാവിനെയും നാം നേടും. आप अपने जीवन के आखिरी आत्मा को भी हम लोग उठा लेंगे. അവസാനത്തെ സ്റ്റേജിൽ നാം പാടും. अपने आखिरी स्टेज पे भी हम लोग गाना गाएंगे. അവസാന നിമിഷവും നമ്മുടെ പ്രാർത്ഥന യോഗം നാം നടത്തും. अपने आखिरी चंद पलों में भी अपने प्रार्थनाओं को आगे बढ़ाएंगे. ആമേൻ. നമ്മുടെ അവസാനത്തെ പ്രസംഗവും അവസാന പോയിന്റും നാം പ്രസംഗിച്ച് തീർക്കും. हम अपने प्रचार के आखिरी बिंदु को भी पूरा करके रहेंगे. ശ്രദ്ധിക്കണമേ, നാം നമ്മുടെ ശുശ്രൂഷ നിവർത്തിക്കും. ध्यान देंगे हम अपनी सेवकाई को पूरी करके रहेंगे. നിവർത്തിക്കുന്ന കർത്താവ് നിവർത്തിച്ചെങ്കിൽ अगर ദൈവസഭയെ നിവർത്തിക്കും. अगर परमेश्वर ने पूरा किया था, अगर यीशु मसीह ने पूरा किया था तो हम भी वो पूरा करके रहेंगे. യേശു ക്രിസ്തു ശുശ്രൂഷ പൂർത്തീകരിച്ചെങ്കിൽ ദൈവസഭയും ശുശ്രൂഷ പൂർത്തീകരിക്കും. अगर यीशु मसीह ने अपनी सेवकाई को पूरा किया है तो उसके दास हम भी वो सेवकाई पूरी करके रहेंगे. ആർക്കും തടവാൻ സാധ്യമല്ല. कोई भी उसमें बाधा नहीं डाल सकता. ആർക്കും തടവാൻ സാധ്യമല്ല. कोई भी उसमें बीच में बाधा नहीं डाल सकता. ചിലപ്പോൾ നമ്മുടെ ശരീരത്തെ തടഞ്ഞൊരു ഭാഗത്ത് ഒതുക്കി നിർത്തുവാൻ കഴിയും. പക്ഷേ നമ്മുടെ ആത്മാവിന്റെ ശുശ്രൂഷയെ ആർക്ക് തടവാൻ കഴിയും? पर हाँ, एक बार हो सकता है हमारे शरीर को वो ताड़ ना दे, पर हमारी आत्मा को ताड़ने देने वाला कोई हथियार नहीं बना सकता. നമ്മളെ റൂമിൽ അടച്ചു പൂട്ടിയാൽ നാം അവിടെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ പുറത്ത് ആ ദൈവശക്തി വെളിപ്പെടും. अगर एक रूम में बंद कर दिया है, कमरे में बंद कर दिया है, तो हमारी आत्मिक शक्ति रूम के बाहर से काम करेगी. ഹല്ലേലൂയ. हालेलुया. ഇത് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. അവസരം നൽകിയത് കർത്താവിനും ആമേൻ നമ്മുടെ ഗോഡ്സ് മിഷന്റെ എല്ലാ ടീം എല്ലാ ദൈവദാസന്മാർക്കും വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം നമ്മുടെ ശുശ്രൂഷ പൂർത്തീകരിക്കും. अवसर दिए सारे दासों का मैं धन्यवाद करता हूँ. परमेश्वर का मैं धन्यवाद करता हूँ. आप सबको जय मसीह की. ആമേൻ. आमेन. Praise आमेन.